തിരുവനന്തപുരം നെട്ടയത്ത് ഇന്നലെ രാത്രിയിൽ വലിയ സംഘർഷം നടന്ന വാർത്ത ശ്രദ്ധേയമായിരുന്നു. രാഷ്ട്രീയ സംഘർഷമല്ല എന്നാണ് ഇപ്പോൾ പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സാരംഗ് സുധാകരൻ അവിടെ എത്തി തയ്യാറാക്കിയ റിപ്പോർട്ടോടുകൂടി 9 മണി വാർത്ത പൂർണ്ണമാകും. കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരം മലമുകളിലുണ്ടായ സംഘർഷം ഇപ്പോഴും ഇവിടെ പോലീസും മറ്റും തുടരുകയാണ്. ക്രമസമാധാന നില ഇപ്പോൾ പഴയ രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വന്ന അതായത് ഒരു രാഷ്ട്രീയ സംഘർഷം എന്ന രീതിയിലായിരുന്നു തുടക്കത്തിലടക്കം വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ അതിൽ മർദ്ദനമേറ്റ വ്യക്തിയും ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ രീതിയിലേക്ക് മാറിയത് എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ ഉള്ളത് സുനിലിൻ്റെ വീട്ടിലാണ്. സുനിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം എങ്ങനെയാണ്? പ്രശ്നങ്ങളുടെ തുടക്കം രാവിലെ ഒരു 10:30 ആയപ്പോൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ സാർ വിളിച്ചിട്ട് സ്റ്റേഷനിൽ ഹാജരാകാനാണ് പറഞ്ഞത്. ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. രഞ്ജിനി എന്ന പുള്ളിക്കാരി പരാതി തന്നിട്ടുണ്ട്. നഗ്നതാ പ്രദർശനം പിന്നെ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന എന്നുള്ള രീതിക്കാണ് പരാതി കൊടുത്തിരുന്നത്. രഞ്ജിനി എന്ന് പറയുന്നത് ബിനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഭാര്യയാണ് പരാതി കൊണ്ട് കൊടുത്തത്. ഈ പരാതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് ആ സമയത്ത് അവർ വന്നിട്ടില്ല, പരാതിക്കാർ വന്നിട്ടില്ല. അപ്പോൾ അവിടുത്തെ സാറ് പറഞ്ഞു ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരാമെന്ന് അവരും പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് വന്നാൽ മതി, തിരികെ വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ വീടെത്തുന്നതിന് മുന്നേ എന്നെ സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ഉണ്ടായത്. ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു. ബിനു എന്ന പുള്ളിക്കാരനാണ് അടിച്ചത്. എൻ്റെ ഈ ചെവിയുടെ ഇവിടെ ഇപ്പോഴും വ്യത്യാസമുണ്ട്, 2 ചെവിയും തമ്മിൽ വ്യത്യാസമുണ്ട്, സൗണ്ട് കേൾക്കുന്നത് കാര്യങ്ങൾ. പിന്നെ മൂക്കിൽ കൂടെയൊക്കെ ബ്ലഡൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ മലമുകളിൽ വന്ന സമയത്താണ് അവിടെ അതായത് ഞാൻ ഒരു പാർട്ടിയിൽ ഇല്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരെല്ലാം കൂടി എല്ലാവരും കൂടി ചേർന്നിട്ട് BJP പ്രവർത്തകർ ഇവിടെ ഉള്ള ആൾക്കാരെ അല്ല, നമ്മുടെ മലമുകളിലുള്ള ആൾക്കാരെ അല്ല വന്നത്, വേറെ സ്ഥലത്തു നിന്നൊക്കെയാണ് വന്നത്. അപ്പോൾ നമ്മളെ ഇവിടെ അങ്ങനെ നന്നായിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നതാണ്. ഞാൻ ഒരു പാർട്ടിയിലും ഉള്ള മെമ്പറല്ല. അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടായത്. പിന്നെ ഈ ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്നെ മുമ്പും ടോർച്ചറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നെ കൊണ്ട് എൻ്റെ കല്യാണമൊന്നും നടത്തിക്കില്ല, നിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല, എൻ്റെ അടുത്ത് പോയി തൂങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. പണ്ടേ പുള്ളിക്ക് പണ്ടേ ഒരു വയലൻസ് സ്വഭാവമാണ് ഉള്ളത്. ഈ നാട്ടുകാർക്ക് ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അവനെ ആർക്കും ഇവിടെ അങ്ങനെ കണ്ടുകൂടാ. കുറേ കാലമായിട്ടുള്ള കുറേ ഫാമിലി പരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ ടോർച്ചർ ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തുണ്ട്. കുടുംബമാണ്, ഫാമിലി ആയിരുന്നു, ഒരു ഇതായിരുന്നു, നമ്മൾ ബന്ധുക്കളായിരുന്നു. ആ ഒരു സമയത്തെ നമ്മളെയൊന്നും കണ്ടുകൂടാതെയൊക്കെ വന്നു. ആദ്യമൊക്കെ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നമ്മളെയൊന്നും കണ്ടുകൂടാതെ വന്നു. ആ ഒരു രീതിക്ക് ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ച സമയത്ത് പിന്നെ അവർ വലിയ ആൾക്കാരായിപ്പോയി. നമ്മളെയൊന്നും കണ്ടുകൂടാതെ വന്നു. എൻ്റെ കല്യാണമൊക്കെ മുടക്കുമെന്ന് പറഞ്ഞു, എന്നെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. എനിക്ക് അന്നോട്ടേ ഭീഷണിയാണ് കാര്യങ്ങളാണ്. പിന്നെ നമ്മളിതൊന്നും സാരമാക്കാതെ നമ്മളങ്ങ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നും എനിക്ക് ഭീഷണിയും കാര്യങ്ങളുമാണ്. ഈ പുള്ളി മുഖാന്തരം എനിക്കും എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ പൂർണ്ണ ഉത്തരവാദിത്വം ബിനു എന്ന് പറഞ്ഞ പുള്ളിക്കായിരിക്കും. ആ പുള്ളി ഒരു സൈക്കോ ആണ്, ഒരു മെൻ്റൽ ഇതാണ് അവന്. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു കൂട്ടാടി ഉണ്ടല്ലോ, നാട്ടുകാരും BJP പ്രവർത്തകരടക്കം ഉണ്ടായിരുന്നു. അതിലേക്ക് എങ്ങനെയാണ് അതിലേക്ക് എത്തിയതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ടിയിലും മെമ്പറല്ല. ഇവിടെ ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടുകാർ കൂടെ നിന്നു. ഇവിടെ ഉള്ള ആൾക്കാരല്ലാതെ പുറത്തുനിന്ന് ആൾ വന്നതുകൊണ്ട് നമ്മളിവിടെ നാട്ടുകാർ സംഘടിച്ച് അങ്ങനെ നിന്നതാണ്. പിന്നെ അവരിന്ന് പ്രകോപനം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് പ്രകോപനം ഉണ്ടായി. പോലീസ് കേസെടുത്തിട്ടുണ്ട്, 2 പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഇതിൽ ഒട്ടും രാഷ്ട്രീയമല്ല, അതായത് വാർത്തകൾ പലതും ഇത് രാഷ്ട്രീയമല്ല. ഞാൻ ഒന്നുകൂടി പറയാം, ഇത് രാഷ്ട്രീയ കാര്യങ്ങൾ പ്രശ്നമായി. ഇത് നമ്മളെ കുടുംബ പ്രശ്നമായിട്ടുള്ളതിന് ഞാനല്ല, ആ പുള്ളി രാഷ്ട്രീയവൽക്കരിച്ചതാണ്. ആ പുള്ളി BJP പ്രവർത്തനമായതുകൊണ്ട് ആ പുള്ളി രാഷ്ട്രീയവൽക്കരിച്ചതാണ്. ഞാൻ ഒരു രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയല്ല. നാട്ടുകാരാണ് സംഘടിച്ചത്, രാഷ്ട്രീയത്തിൻ്റെതായ അല്ല ഇത്. അത്തരത്തിലാണ് ഈ ഒരു 2 വ്യക്തികൾക്കെതിരെയും ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിനാലും കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥ, അതായത് രാഷ്ട്രീയ സംഘർഷമല്ല എന്നാണ് ഇപ്പോൾ പ്രതികരണത്തിൽ തന്നെ വ്യക്തമായിരിക്കുന്നത്. ഇപ്പോഴും പോലീസ് ഇവിടെ തുടരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.